മെസ്സി ഇല്ലാത്ത അർജന്റീന, നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ഏറ്റുമുട്ടുന്നു 26-ാം തീയതി ഇന്ത്യൻ സമയം രാവിലെ 5:30. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ഫുട്ബോൾ ലോകം മുഴുവൻ കാത്തിരുന്ന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. ശരിക്കും നാളെ ഇന്ത്യൻ സമയം രാവിലെ പുലർച്ചെ 5:30 ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരം നടക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയായിരുന്നു ഈ മത്സരത്തിന്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ദിവസമായിരുന്നു അത്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകിയൊരു ഒരു ന്യൂസ് ആയിരുന്നു അത്. പക്ഷേ നിർഭാഗ്യവശാൽ ആൾക്ക് വീണ്ടും ഇഞ്ചുറി ആയി ആള് ബ്രസീൽ സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയായിരുന്നു അത്. തൊട്ടുപിറകെ മെസ്സിയും മെസ്സിക്കും ഒരു ഇഞ്ചുറി സ്ഥിരീകരിച്ചുകൊണ്ട് മെസ്സിയും അർജന്റീനൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മെസ്സി ഇല്ലാത്ത അർജന്റീനൻ ടീമും നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ടീമും എന്നുള്ളതാണ്. പലരും എപ്പോഴും പറയാറുണ്ട് നെയ്മർ ബ്രസീലിനെ ക്യാരി ചെയ്യുകയാണ്. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ എന്താ പറയാ, ഒരു നെടുന്തൂണില്ലാത്ത ഒരു കൊട്ടാരം പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സി ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അർജന്റീനിയൻ ഫാൻസ് ഉള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ മെസ്സി ഇല്ലാതെ അർജന്റീനയ്ക്ക് കളിക്കാൻ അറിയാമോ ഇല്ലയോ എന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് ലെജൻസ് ഇല്ലാതെ ഈ രണ്ട് ലെജൻഡറി ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രകടനം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എന്തായാലും രണ്ടുപേരുടെയും ഓരോ മത്സരങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ഇന്ന് ഉറുഗ്വേയും കൊളംബിയയും ഭയങ്കര വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഉറുഗ്വയെ സംബന്ധിച്ച് വേൾഡിലുള്ളതിലെ ഏറ്റവും മികച്ച ഒരു മാനേജറാണ് ഇപ്പോൾ ഉറുഗ്വേക്കുള്ളത്, മാർസെലോ ബിയൽസ. അപ്പോൾ ആളുടെ തന്ത്രങ്ങളിലൂടെ മുന്നേറുന്ന ഉറുഗ്വയെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഉറുഗ്വയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് അർജന്റീന വരുന്നത്. 1-0 എന്ന സ്കോർ ലൈനിൽ അർജന്റീന ഉറുഗ്വയെ പരാജയപ്പെടുത്തി. നമ്മൾ ആ മാച്ച് കണ്ടിരുന്നു. മാച്ചിൽ അത്യാവശ്യം മോശമില്ലാത്ത പ്രകടനമാണ് അർജന്റീന കാഴ്ചവെച്ചത്. ഉറുഗ്വയും നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 80 മിനിറ്റിനടുത്ത് വരെ അർജന്റീന കാത്തിരിക്കേണ്ടി വന്നു ഒരു ഗോള് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അർജന്റീന അത്യാവശ്യം വേണ്ട രീതിക്ക് വൃത്തിയായി കളിച്ചു. എന്നാൽ ബ്രസീൽ വേഴ്സസ് കൊളംബിയ മത്സരത്തിലേക്ക് പോകുമ്പോൾ കൊളംബിയ ഇന്ന് ഒരു മികച്ച ടീമാണ്. ലുയാസ് ഡിയാസും അതേപോലെ ജെയിംസ് റോഡ്രിഗസും എന്നൊക്കെ മുൻനിരയിലുള്ള ഒരു മികച്ച ടീമാണ് കൊളംബിയയ്ക്കുള്ളത്. എന്നാൽ ബ്രസീൽ ടീമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന്റെ സ്ക്വാഡ് ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആർക്കായാലും ഒരു പേടി തോന്നും. കാരണം അത്ര പ്ലെയേഴ്സാണ് അവർക്കുള്ളത്. ബെഞ്ചിലിരിക്കുന്നതായാലും ഇറങ്ങി 11 കളിക്കാൻ വരുന്നവരായാലും ഗോൾ കീപ്പർ മുതൽ അങ്ങ് സ്ട്രൈക്കർ വരെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന ഏറ്റവും മികച്ച പ്ലെയേഴ്സാണ് ബ്രസീലിനുള്ളത്. പക്ഷെ അവരിൽ നിന്ന് കിട്ടേണ്ട ഒരു റിസൾട്ട് ബ്രസീലിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. കാരണം ഇങ്ങനെ ഒരു ടീം, ഒരു ഡ്രീം ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ബ്രസീലിന്റെ ഡ്രീം ടീം ഉണ്ട്. അപ്പോൾ അവരുടെ കണക്ഷൻ ഈ ഡ്രീം ടീമിൽ വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം റാഫീനിയോ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, നമ്മുടെ ബ്രൂണോ ഗിമേറസ് എന്ന് വേണ്ട മികച്ച ഒരു സ്കോഡ് തന്നെയാണ് ബ്രസീലിനുള്ളത്. അപ്പോൾ ആന്റണിയൊക്കെ അവിടെ ബെഞ്ചിലുണ്ട്. അപ്പം ആന്റണിയൊക്കെ ഇപ്പൊ നല്ല ഫോമിലാണുള്ളത്. അപ്പോൾ ബ്രസീൽ അറിഞ്ഞു കളിച്ചാൽ ഇന്ന് ലോകത്തുള്ള ഒരു ടീമുകളും ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് നെയ്മർ കൂടി വന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ബെസ്റ്റ് ടീം അത് ബ്രസീൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ബ്രസീലിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ഈ സ്ക്വാഡിനെ മാക്സിമം യൂസ് ചെയ്താൽ, മാനേജർ ഈ സ്ക്വാഡിനെ യൂസ് ചെയ്ത് മികച്ച കളി പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ അർജന്റീനയെ നിഷ്പ്രയാസം തോൽപ്പിക്കാം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ മെസ്സി ഇല്ലാത്ത അർജന്റീനയാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്രസീലിന്റെ പ്രകടനം ഇപ്പോൾ വെസ്ലി ഫ്രാൻസ എന്ന ഒരു കുഞ്ഞു പയ്യൻ കഴിഞ്ഞ ദിവസം ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. ആളിനെ കഫുമായിട്ടൊക്കെ എല്ലാവരും കമ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ആള് ഭയങ്കര കൂളായിട്ട് കളിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയുള്ള യുവതാര നിരകൾ തന്നെ ബ്രസീൽ സ്ക്വാഡിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ബ്രസീൽ മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ സ്ക്വാഡിനെ യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ബ്രസീലിന് 26-ാം തീയതിത്തെ മാച്ച് കഴിഞ്ഞ് കയറാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് മികച്ച ടീം തന്നെയാണ് അവർക്കുള്ളത്. ഇപ്പോൾ നിലവിലെ ഏറ്റവും മികച്ച ടീം, അതായത് റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന ടീം, നിലവിലെ വേൾഡ് കപ്പ് ചാമ്പ്യൻസ്, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യൻസ്. അപ്പോൾ അവരൊരിക്കലും പുറകോട്ട് പോകാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഫുട്ബോൾ ശക്തികൾ തമ്മിലാണ് 26-ാം തീയതി രാവിലെ 5:30 ഇന്ത്യൻ സമയം രാവിലെ 5:30 ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അതെന്താവും എന്ന് നമുക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞ് അതേപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.